നിങ്ങൾക്ക് ചിറകായും പറുദീസയായും വലിയ 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 സംരംഭങ്ങളിലൂടെ നിങ്ങൾക്ക് മൊത്തത്തിലൊരു സംരക്ഷണം ഉണ്ടാക്കാൻ തയ്യാറായ, ഞാൻ അത് തന്നെയാണ് പറയുന്നത്. നല്ല പേരുകളല്ല, എല്ലാ മനുഷ്യന് സുഖമായിട്ട് ഇവിടെ വീഴിച്ചതിരിക്കാൻ പറ്റിയ സ്ഥലങ്ങളാണ്. ഇന്നത്തെ കാലത്ത് അങ്ങനത്തെ സ്ഥലം കിട്ടാനാണ് പാട്. അപ്പൊ അതുകൊണ്ട് ആ പേരുകളിലെല്ലാം അനുബന്ധമാക്കിക്കൊണ്ട് അതിൻ്റെ എല്ലാം ഉപകാരങ്ങൾ പരിപൂർണമായും ഈ പ്രായമായ അമ്മമാർക്ക് ലഭ്യമാകത്തക്ക രീതിയിൽ ഇങ്ങനെയുള്ള സംരംഭങ്ങൾ തുടങ്ങാൻ ഒരു എന്താ പറയുക താല്പര്യവും, അത് താല്പര്യം മാത്രം പോരാ, അതിൻ്റെ പിന്നിൽ കഠിനമായ ഒരു അധ്വാനം കൂടി വേണം. അപ്പൊ അത് ഈ പറഞ്ഞ ഈ കൊച്ചുകുട്ടിയായിരുന്നപ്പോൾ ഞാനൊരു അവാർഡ് കൊടുത്തതൊക്കെ പറയും. സുമി അതെ, എനിക്ക് വ്യക്തമായിട്ട് അറിയാം. ഞാൻ അതൊരു ക്ഷമാപണം പറയാൻ കാര്യം ഒരു 10-25 മിനിറ്റ് ലേറ്റ് ആയിപ്പോയി. ഈ വയസ്സുകാലത്ത് അടങ്ങിയിരിക്കൂലല്ലോ, ആരെങ്കിലും അഭിനയിക്കാൻ വിളിച്ചാൽ പോവും. അങ്ങനെ അങ്ങോട്ട് കയറി അഭിനയിക്കണമെന്ന് പറയാറില്ല, ആ പ്രായം കഴിയും. എന്നാലും നിങ്ങളെ ആരെങ്കിലും ഒക്കെ കണ്ടു കാണും. ഇന്നലെ മുതൽ ഏഷ്യാനെറ്റ് ഒരു പുതിയ സീരിയൽ തുടങ്ങി, ഇപ്പോൾ വിവാഹിതരായ. അപ്പൊ അതിനകത്ത് ഒരു അമ്മൂമ്മയുണ്ട്. അപ്പൊ ഞാനിന്ന് എഴുതി ഒരുപാട് പേര് വിളിച്ചു, ചേച്ചി സാധാരണ ഇങ്ങനെ തുടങ്ങുമ്പോൾ ഞങ്ങൾക്ക് ഒരു ഫേസ്ബുക്കിൽ പറയുന്നതാണ്, ഒന്നും പറയാത്തത്. ഇതൊരു സസ്പെൻസാ. ഇവർ വിവാഹിതരായാൽ എന്താ പ്രശ്നം വരുന്നത് തോന്നുന്നില്ലേ, അതെന്താന്നുള്ളത് ഈ അമ്മ പറഞ്ഞൊക്കെ പറയും എന്നൊക്കെ. ഞാൻ ഇന്ന് രാവിലെ 12 മണി വരെ അതിൻ്റെ ചെറിയ ജോലി ഉണ്ടായിരുന്നു. പക്ഷെ അവർക്കറിയാം ഞാനൊരു സ്ഥലത്ത് പോകുമെന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ചേച്ചി പോയിരിക്കും നമുക്കറിയാവുന്നത്. ഞാൻ ഇവിടുന്ന് 12:15 ആയിട്ട് തിരിച്ചു. പക്ഷെ ആ വാഹനവരും എന്താ പറയുക, വെഞ്ഞാറമ്പൂടി സൈഡിലേക്ക് റോഡ് പണി. അപ്പോൾ വയസ്സായവർക്കൊന്നും പോകാൻ പറ്റാത്ത അവസ്ഥയായിപ്പോയി. അപ്പോൾ വന്നു, വീട്ടിൽ വന്നൊന്ന് വിളിച്ച് ദേഷ്യമൊക്കെ മാറി. ഞാൻ സുഖിയെ വിളിച്ച് പറഞ്ഞു 10 മിനിറ്റ് താമസിച്ചാലും ഞാനെങ്കിൽ എത്തും, കാരണം നിങ്ങളുടെ പ്രായമല്ലേ എൻ്റെ പ്രായം, ഓടാൻ ഉള്ളൂ. എന്തായാലും വലിയ സന്തോഷം. ഇത്ര ഒരു എന്താ പറയുക, ഞങ്ങളെപ്പോലൊക്കെ ഉള്ളവർക്ക് ഈ വലിയ ഗ്ലാമറും ആർഭാടവും അട്ടഹാസവും ഒക്കെ കാണിക്കുന്ന പരിപാടികളെക്കാൾ മനസ്സിന് സന്തോഷം ഇതൊക്കെ കാണുമ്പോഴാണ്. തീർച്ചയായിട്ടും അതെ. കാരണം ഞാനിങ്ങനെ ഇതിനു വേണ്ടിയൊക്കെ ആരോടും പറയാതെ പല കാര്യങ്ങളും ചെയ്യുന്ന ആളുകൾ ഇപ്പോഴും ചെയ്യുന്നുണ്ട്. പക്ഷെ ഞാൻ എൻ്റെ കുറേ ക്യാമറ കൊണ്ടുപോകാറുണ്ട്. ഇതൊരു സത്യമാണ്. കാരണം എൻ്റെ അമ്മയൊക്കെ എന്നെ പഠിപ്പിച്ചിരിക്കുന്നത് പോലെ വലത് കൈ ചെയ്യുന്നത് ഇടത് കൈ പോലും അറിയുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ, പക്ഷെ ഇതൊക്കെ അറിയണം. കടന്തകയല്ലേ നിങ്ങൾ അറിയുള്ളൂ ഇങ്ങനൊരു സ്ഥലം നമുക്കുണ്ടെന്നുള്ളത്. പക്ഷെ അല്ലാതെ ഞങ്ങളെപ്പോലുള്ള ഒരു വ്യക്തിപരമായിട്ട് ചില വയസ്സായ അമ്മമാർ വന്ന് മക്കളെ കാശിന് തരില്ല, പാവാവിന് ജോലിയില്ല എന്നൊക്കെ പറയുമ്പോൾ ചെറിയ സഹായങ്ങൾ ചെയ്യാറുണ്ട്. മരുന്ന്, ചികിത്സ, കുഞ്ഞുങ്ങളുടെ അഡ്മിഷൻ, ഇതൊക്കെയാണ് എൻ്റെ അടുത്ത് മിക്കവാറും വരുന്ന കാര്യങ്ങൾ. പിന്നെ സർക്കാർ ലെവലിലുള്ള കാര്യങ്ങൾ. അപ്പോൾ നമ്മൾ വയസ്സായതുകൊണ്ട് ഏത് മന്ത്രിസഭ വന്നാലും ഞാൻ ആരുടെയും പ്രത്യേകിച്ച് ജോലി പിടിക്കാൻ പുറത്തോട്ട് വലിയ ചേച്ചി പറയുന്ന ഒരു കാര്യം കാണും എന്നൊരു തോന്നലും ഞാൻ വരുത്താൻ ശ്രമിക്കാറുണ്ട്. ഏതായാലും വലിയ സന്തോഷം. ഇവിടെ അസുഖമുള്ളവരും ഇല്ലാത്തവരും ഒക്കെ ഉണ്ടെങ്കിലും ഒരു കാര്യം ഞാൻ ഉറപ്പിച്ച് പറയാം, ഒരു പക്ഷേ ഇവർക്ക് 2 പേർക്കും അറിയാം, ഇങ്ങനെയുള്ള സനാതന എന്താ പറയുക ഗൃഹങ്ങൾ ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ പിന്നിൽ ഏത് രോഗിയാവട്ടെ ആ രോഗത്തിൻ്റെ ഇന്ന് തിരുവനന്തപുരം സഹായിച്ച് ഏറ്റവും വലിയ സ്ഥാനത്തിരിക്കുന്ന ആളാണ് എൻ്റെ ഏക സഹോദരൻ ഡോക്ടർ എം വി പിള്ള. അദ്ദേഹമാണ് WHO ഓങ്കോളജിയുടെ ഏറ്റവും വലിയ തലപ്പത്തിരിക്കുന്ന ആൾ. ഇടയ്ക്കിടയ്ക്ക് വരും. ഇപ്പോൾ വന്നു കൊച്ചിയിൽ നമ്മുടെ സർക്കാരിൻ്റെ വക വലിയൊരു ക്യാൻസർ ആശുപത്രി തുടങ്ങിയിട്ടുണ്ട്, വെൽക്കെയറിന് തുടങ്ങിയിട്ടുണ്ട്, നമ്മുടെ ചെങ്ങന്നൂർ തുടങ്ങിയിട്ടുണ്ട്, പിന്നെ ഒരുപാടുണ്ട്. അപ്പം ഞാനിങ്ങനെ ഓരോരുത്തരുടെ കാര്യങ്ങൾ പറയുമ്പോൾ ചേട്ടൻ പറഞ്ഞ എല്ലാം ഇപ്പം ഭേദമാക്കാൻ പഠിക്കും. മനസ്സിലൊരു വിൽ പവർ ഉണ്ടാക്കിയെടുക്കുക, അതാണ് എൻ്റെ ഏറ്റവും വലിയ ട്രീറ്റ്മെൻറ്റ്. അവർക്കൊരു സമാധാനം, ഒരു സന്തോഷം. എന്ത് വന്നാലും നമുക്ക് ഇവരുണ്ടല്ലോ, ഒന്നാമത്തെ ചികിത്സ അവിടെ നിന്ന് തുടങ്ങുക. അപ്പം അങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിൽ അങ്ങനെ ഒരു തോന്നലുണ്ടാക്കാൻ പറ്റിയ കുറച്ച് ചെറുപ്പക്കാരെല്ലാം കൂടെ ഒന്ന് ശ്രമിച്ച് നിങ്ങൾക്കെല്ലാം ഒരു ആശ്രയം അല്ലെങ്കിൽ ഒരു ഭവനം, അല്ലേ, അനാഥരാണ് ഞങ്ങൾ, അനാഥരല്ല എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു പ്രസ്ഥാനം തുടങ്ങാൻ അവർക്ക് തോന്നിയത് നിങ്ങളുടെ അവരുടെ ഈശ്വരാനുഗ്രഹം ഉണ്ടായിരുന്നു. തീർച്ചയായിട്ടും എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാവട്ടെ. വലിയ ശിശിക്കാനൊക്കെ പോകുന്നെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് എന്തെങ്കിലുമൊക്കെ അത്യാവശ്യം തീർച്ചയായിട്ടും വിളിക്കാം, ഞാൻ ഒപ്പം ഉണ്ടാവും. എനിക്ക് ഇതുപോലെയുള്ള അമ്മമാരുടെ സ്നേഹം മാത്രമേ ഉള്ളൂ. ഒന്നും ആലോചിച്ച് ടെൻഷൻ എടുക്കരുത്. ഏതെങ്കിലുമൊക്കെ വഴിയിൽ കൂടെ നമ്മളെ ജനിപ്പിച്ച ദൈവം തിരിച്ചങ്ങോട്ട് പോകാൻ ഒരു വഴി വെട്ടി തെളിച്ച് തരും. അത് ധൈര്യമായിട്ടിരിക്കുക. അതേ എനിക്ക് പറയാനുള്ളൂ. എല്ലാവർക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു.